ഹായ്, എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്ററിലെ റീപ്രൊഡക്ഷൻ്റെയും അതേപോലെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ അതേപോലെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഫർദറായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമാകാൻ സബ്സ്ക്രൈബ് ബട്ടണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെയും അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെയും ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ, പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. നമ്മൾ പറഞ്ഞു റീപ്രൊഡക്ഷനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നും മറ്റേതിനെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നും വിളിച്ചു, അല്ലേ? അങ്ങനെ റീപ്രൊഡക്ഷനെ രണ്ടായിട്ട് എന്ത് കാര്യങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് അതിൽ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിൽ എത്ര ജീവജാലങ്ങൾ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതിനെ വെച്ചുകൊണ്ട് അതേപോലെ അതിനകത്ത് ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, ആ ഗ്യാമേറ്റ്സ് തമ്മിൽ ഫ്യൂഷൻ പങ്കെടുക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റീപ്രൊഡക്ഷൻ ഏതൊക്കെയായിട്ട് ഒന്ന് സെക്ഷുവൽ മെത്തേഡ് എന്നും രണ്ടാമത്തേനെ നമ്മൾ അസെക്ഷുവൽ മെത്തേഡ് എന്നും വിളിച്ചു, അല്ലേ? അതിൻ്റെ ഒപ്പം നമ്മൾ ഡെഫിനിഷനും മറ്റു കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞ് അത് കൂടാതെ ഒന്ന് രണ്ട് ഡിഫറൻസ് കൂടെ പറഞ്ഞ് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ അതിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനും അസെക്ഷുവൽ റീപ്രൊഡക്ഷനും നമുക്കറിയാം. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ആൻഡ് ഫ്യൂഷൻ ഓഫ് സെക്സ് സെൽസ് ഓർ ഗ്യാമേറ്റ്സ്. അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ആരുടെ ഇൻവോൾവ്മെന്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ സെക്സ് സെൽസ് അല്ലെങ്കിൽ ഗ്യാമേറ്റ്സ്, അല്ലേ? അതിനെ ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല ആ ഉണ്ടാകുന്ന ബീജങ്ങൾ, അതായത് ആൺബീജമായ അല്ലെങ്കിൽ മെയിൽ ഗ്യാമേറ്റ് ആയ സ്പേം അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പുംബീജം എന്നും വിളിക്കും. അതേപോലെ ഫീമെയിൽ ഗ്യാമേറ്റ് അതായത് പെൺബീജമായ അണ്ടം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഓവം എന്ന് വിളിക്കും. ഈ രണ്ട് ബീജങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, ആ ബീജങ്ങൾ എന്തിൽ പങ്കെടുക്കുകയും വേണം? ഫ്യൂഷനിൽ. ഫ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീജസങ്കലനം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കും. അപ്പം അതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ആൻഡ് ഫ്യൂഷൻ ഓഫ് സെക്സ് സെൽസ് ഓർ ഗ്യാമേറ്റ്സ്. അതേപോലെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകത ആ പേരിൽ തന്നെ ഉണ്ട്, അസെക്സ്, അല്ലേ? അതായത് വിത്തൗട്ട് സെക്സ് സെൽസ് ഓർ ഗ്യാമേറ്റ്സ് എന്നാണ് അതിൻ്റെ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ദ ഫോർമേഷൻ ഓഫ് സെക്സ് സെൽസ്. ഫോർമേഷൻ മാത്രമല്ല, ഏതൂടെ ഫോർമേഷൻ ആൻഡ് ഫ്യൂഷൻ ഓഫ് സെക്സ് സെൽസ് എന്ന് പറഞ്ഞാലേ കൃത്യമാവും. വേറൊന്നും കൊണ്ടല്ല, ചില അസെക്ഷുവൽ മെത്തേഡിൽ ഗ്യാമേറ്റ്സുകളെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസുകളുണ്ട്. പക്ഷെ അവിടെ ഏതില്ല, ഗ്യാമേറ്റ്സ് തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നില്ല. അതിന് കാരണം നമ്മൾ വഴിയെ പഠിക്കും. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം എന്നിരുന്നാലും ഓർത്ത് വെക്കുക, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ടേം വെച്ചിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ദ ഫോർമേഷൻ ആൻഡ് ഫ്യൂഷൻ ഓഫ് സെക്സ് സെൽസ് ഓർ ഗ്യാമേറ്റ്സ്. അവിടെ ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയോ ബീജങ്ങൾ തമ്മിൽ യോജിക്കുന്ന പ്രക്രിയ എവിടെയില്ല? അസെക്ഷുവൽ മെത്തേഡിലില്ല. എന്നാൽ എല്ലാ അസെക്ഷുവൽ റീപ്രൊഡക്ഷനും ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എങ്കിലും 50% അല്ലെങ്കിൽ കൂടുതൽ ശതമാനം ജീവജാലങ്ങളും അസെക്ഷുവൽ മെത്തേഡിൽ ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ. പിന്നെ അതേപോലെ നമുക്കറിയാം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പങ്കെടുക്കുന്ന ജീവജാലങ്ങൾ, ദാറ്റ് മീൻസ് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാൻസ്, അല്ലേ? അവരിൽ 90% അല്ലെങ്കിൽ കൂടുതൽ ശതമാനം ജീവജാലങ്ങളും യൂണിസെക്ഷലാണ്. വാട്ട് യു മീൻ ബൈ യൂണിസെക്ഷൽ? ഇപ്പം നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്, അല്ലേ? ഞാൻ മെയിലാണ്. മെയിൽ എന്ന് പറയാൻ കാരണം എനിക്ക് ഏത് സെക്സ് സെല്ലിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളൂ. എൻ്റെ ശരീരത്തിൽ മെയിൽ സെക്സ് ഓർഗനായ ടെസ്റ്റിസേ ഉള്ളൂ. അതുകൊണ്ട് എന്നിൽ നിന്ന് ഏത് ഗ്യാമേറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ? സ്പേം എന്ന് പറയുന്ന മെയിൽ ഗ്യാമേറ്റ് അല്ലെങ്കിൽ പുംബീജം എന്ന് പറയുന്ന ആൺബീജത്തിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളൂ. അപ്പം ആൺബീജം ഉണ്ടായെന്നും പറഞ്ഞാൽ അടുത്തൊരു തലമുറ ഉണ്ടാവുമോ? ഇല്ല. ആരും വേണം? ഫീമെയിൽ ഗ്യാമേറ്റായ അണ്ടവും വേണം. ഇത് രണ്ടും കൂടെ യോജിച്ചിട്ടാണ് സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്ന ഒരു യൂണിസെല്ലുലാർ സ്ട്രക്ചർ ഉണ്ടായിട്ട് അതിൽ നിന്നാണ് അടുത്തൊരു തലമുറ ഉണ്ടായി വരുന്നത്, അല്ലേ? അപ്പം രണ്ട് ബീജങ്ങൾ വേണം. നമ്മൾ പറഞ്ഞു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ജീവജാലങ്ങളിൽ കൂടുതൽ ശതമാനം ആൾക്കാർ ഏതാണ്? യൂണിസെക്ഷലാണ്. യൂണിസെക്ഷൽ മീൻസ് ഒരു ജീവിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു സെക്സ് സെല്ലിനെ മാത്രം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിനെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ജീവജാലങ്ങളെയാണ് നമ്മൾ ഏത് പേര് വിളിക്കുക? യൂണിസെക്ഷൽ ഓർഗാനിസം എന്ന് വിളിക്കും, അല്ലേ? അപ്പം കൂടുതൽ ശതമാനം ജീവജാലങ്ങളും യൂണിസെക്ഷൽ ആയതുകൊണ്ട് രണ്ട് ഗ്യാമേറ്റ് അവിടെ വേണമെന്നുള്ളതുകൊണ്ട് രണ്ട്
തരത്തിലെ ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് പേരൻസും അവിടെ വേണം അല്ലേ. സോ മോസ്റ്റ് ഓഫ് ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആർ ഏതെന്ന് നമുക്ക് പറയാം ബൈപാരന്റൽ പ്രോസസ്. ഏതാണ് ബൈപാരന്റ് എന്നു പറഞ്ഞ് ബൈസെക്ഷൽ ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്. വളരെ കുറച്ച് ശതമാനം ജീവജാലങ്ങൾ മാത്രമാണ് ഏതെന്ന് പറഞ്ഞേ ബൈസെക്ഷൽ അല്ലേ. ബാക്കി വരുന്ന കൂടുതൽ ശതമാനം ജീവജാലങ്ങളും ഏതാണ് യൂണിസെക്ഷൽ ആണ്. അപ്പോൾ യൂണിസെക്ഷൽ വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഏതെന്ന് ഉദ്ദേശിക്കുന്നത് ബൈപാരന്റൽ പ്രോസസ്സാണ്. എന്നാൽ നമുക്കറിയാം അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കാതെയോ അല്ലെങ്കിൽ ബീജങ്ങളെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബീജങ്ങൾ ഫ്യൂഷനിൽ പങ്കെടുക്കാതെ നടക്കുന്ന പ്രത്യുൽപാദനമാണ് ഏതെന്ന് പറഞ്ഞു അസെക്ഷൽ. നമുക്കറിയാം അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കേട്ട ടോപ്പിക്കിലൊക്കെ പല സ്ഥലങ്ങളിൽ കേട്ടതുകൊണ്ടാകാം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സ്പോർ ഫോർമേഷനാണ്. സൂസ്പോർ കൊണീഡിയ പോലുള്ള വസ്തുക്കളാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമുക്കറിയാം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും അസെക്ഷൽ മെത്തേഡിൽ വരുന്നതാണ്. നമുക്കറിയാം റോസാഡ് നമ്മൾ ഒരു തൈ ഉൽപ്പാദിപ്പിക്കാൻ അതിൻ്റെ കമ്പ് മുറിച്ചാണ് മാറ്റി നടുന്നത് അല്ലേ. അപ്പം ഉപയോഗിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് സ്റ്റെമ്മാണ്, സ്റ്റെമ്മിൻ്റെ ഒരു കഷ്ണമാണ്. വി കോൾ ഇറ്റ് ആ സ്റ്റെം കട്ടിങ്സ് അല്ലേ. അവിടെ നമുക്കറിയാം ഗ്യാമേറ്റ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നുമില്ല, ഗ്യാമേറ്റ്സ് എന്തിൽ പങ്കെടുക്കുന്നുമില്ല, ഫ്യൂഷനിൽ പങ്കെടുക്കുന്നുമില്ല അല്ലേ. സോ ദാറ്റ് റീപ്രൊഡക്ഷൻ ഈസ് ഏതെന്ന് നമുക്ക് പറയാം അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. അത് എത്ര പേരൻസ് വേണം, ഒരു റോസിൻ്റെ ചെടി മതി, നമുക്ക് അതിൽ നിന്ന് എത്ര കമ്പ്, അതിന് മാക്സിമം ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറേ കമ്പുകൾ മുറിച്ച് നമുക്ക് മണ്ണിൽ കുത്തി വെച്ചിട്ട് അല്ലെങ്കിൽ മണ്ണിൽ നട്ട് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ആരെ ഉൽപ്പാദിപ്പിക്കാം, ചെറിയ പ്ലാന്റ്ലെറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഏത് റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അവിടെ എത്ര പേരൻസ് ഇൻവോൾവ് ആവുന്നുള്ളൂ, ഓൺലി വൺ പേരന്റ്. സോ മോസ്റ്റ് ഓഫ് ദി അസെക്ഷൽ റീപ്രൊഡക്ഷൻസ് ആർ യൂണിപാരന്റൽ പ്രോസസ്സസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനിലെ അസെക്ഷൽ റീപ്രൊഡക്ഷനിലും നടക്കുന്ന കോമൺ ആയിട്ടുള്ള സെൽ ഡിവിഷൻ, കോശ വിഭജനം ഏതാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന മിക്ക ജീവജാലങ്ങളും ഏതായിരിക്കും ഡിപ്ലോയിഡ് ഓർഗാനിസം ആയിരിക്കും മിക്കതും. ഹാപ്ലോയിഡ് ഇല്ല എന്നല്ല പറഞ്ഞത്. മോസ്റ്റ് ഓഫ് ദി സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ആർ ഡിപ്ലോയിഡ്. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. 2n ക്രോമസോം നമ്പറുള്ള ജീവജാലങ്ങളെയാണ് നമ്മൾ ഏത് പേര് വിളിക്കും ഡിപ്ലോയിഡ്. ഡബിൾ സെറ്റ് ഓഫ് ക്രോമസോംസ് ഉള്ള 46 എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിൽ കാണുന്ന ഓരോ സെല്ലിലും കാണുന്ന 46 ക്രോമസോം എന്ന് പറഞ്ഞാൽ 2n ആണ് അല്ലേ. 23 ക്രോമസോമിൻ്റെ ഒരു സെറ്റ് കൂടാണ്. അങ്ങനെ 2 സെറ്റ് ക്രോമസോംസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് ഇത് ഡിപ്ലോയിഡ്. നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന മിക്ക ജീവജാലങ്ങളും ഏതാണെന്നാണ് പറയപ്പെടുന്നത്, കൂടുതൽ ശതമാനം സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ഏതാണെന്നാണ് പറയപ്പെടുന്നത് ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആ ഓർഗാനിസത്തിൽ നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നിർബന്ധമാണ് അവിടെ ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഗ്യാമേറ്റ്സ് എവിടെ ആണെങ്കിലും ഏത് ജീവി എടുത്താലും ഗ്യാമേറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. ഗ്യാമേറ്റ്സ് എപ്പോഴും എങ്ങനെ ആയിരിക്കും, n ക്രോമസോം നമ്പർ കാണിക്കുന്ന ഒരു വസ്തുവാണ് ആരെന്ന് പറയുന്നത് ഗ്യാമേറ്റ്. അപ്പം ഹാപ്ലോയിഡ് ആയിട്ടുള്ള n ക്രോമസോം നമ്പറുള്ള ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്ന് n ക്രോമസോം നമ്പറുള്ള ഗ്യാമേറ്റ് ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ക്രോമസോം നമ്പർ എന്താക്കിയേ പറ്റൂ, പകുതിയാക്കിയേ പറ്റൂ. അപ്പോൾ കൂടുതൽ ശതമാനം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ജീവജാലങ്ങൾ ഡിപ്ലോയിഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ജീവജാലങ്ങളിൽ നിന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിർബന്ധമാണ് അവിടെ ഏത് ഡിവിഷൻ നടന്നേ പറ്റൂ, മിയോസിസ്. ഏത് ഡിവിഷൻ നടക്കണം, മിയോസിസ്. ഏത് ടൈമിലാണ് അത് നടക്കുന്നതെന്ന് ഞാൻ അവിടെ ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്. മെയിൻലി ഡ്യൂറിങ് ഗ്യാമറ്റോജെനിസിസ്. ഗ്യാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജെനിസിസ്, ഈ ടേമിനെ നമുക്ക് രണ്ടായിട്ട് അങ്ങ് മുറിക്കാം. ജെനിസിസ് എന്ന് എവിടെ കേട്ടാലും ഓർത്തോണം പ്രൊഡക്ഷൻ, ഉൽപ്പാദിപ്പിക്കുക. ഗ്യാമറ്റോ റെപ്രസെന്റ്സ് ഗ്യാമേറ്റ്, മനസ്സിലായി. അപ്പൊ ഗ്യാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഗ്യാമേറ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗ്യാമേറ്റ്സ് എന്നാണ്. ആ ടൈമിൽ നിർബന്ധമായിട്ടും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ജീവജാലങ്ങളിൽ ഏത് ഡിവിഷൻ നടക്കും, മിയോസിസ് നടക്കും. അത് കാരണം എല്ലാ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ജീവജാലങ്ങളിലും മിയോസിസ് വഴി ആ ഗ്യാമേറ്റ്സ് ഉണ്ടാകുന്നതെന്നല്ല, അതിൽ ചില എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാകുന്ന നമ്മൾ ചാപ്റ്ററിൻ്റെ മറ്റു ടോപ്പിക്കുകൾ വരുമ്പോൾ അതിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, എങ്കിലും നമുക്ക് ജനറൽ ആയിട്ട് കൂടുതൽ ശതമാനം ജീവജാലങ്ങളും ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ദ മോസ്റ്റ് കോമൺ ഡിവിഷൻ ഈസ് മിയോസിസ് വിച്ച് ഒക്കേഴ്സ് മെയിൻലി ഡ്യൂറിങ് ഗ്യാമറ്റോജെനിസിസ്. അതിൽ നടക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള സെൽ ഡിവിഷൻ ഏതാണെന്ന് പറഞ്ഞാൽ മിയോസിസ്. മൈറ്റോസിസ് പിന്നീടാണ് നടക്കുന്നത്, എങ്കിലും ഗ്യാമറ്റോജെനിസിസ് നടക്കുമ്പോൾ സാധാരണ നടക്കുന്ന ഡിവിഷൻ അവിടെ ഏതായിരിക്കും, മിയോസിസ്. പിന്നെ നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. റോസായുടെ കേസിൽ റോസായുടെ കമ്പ് മുറിച്ച് നട്ടുവെച്ചാൽ അതൊരു തൈയായിട്ട് മാറുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അവിടെ നമുക്കറിയാം ഒരു പ്ലാന്റിനെ കൊണ്ടുവന്ന് മണ്ണിൽ വെക്കുമ്പം അതിൻ്റെ എപ്പിക്കൽ മെരിസ്റ്റോം ആക്സിലറി ബഡ്
എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും അഗ്രഭാഗത്ത് അഗ്രമുകുളം. ആക്സിലറി ബഡ് എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മിന്റെയും ഇലയുടെയും ആംഗിൾ റീജിയനിൽ ഇരിക്കുന്ന ആ ബഡാണ് ആക്സിലറി ബഡ്. ഈ ആക്സിലറി ബഡ് സെൽ ഡിവിഷൻ നടന്ന അതിന്റെ എപ്പിക്കൽ മെരിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ മെരിസ്റ്റമാറ്റിക് പാർട്ട് ഡിവൈഡ് ചെയ്ത് കോശ വിഭജനം നടന്നാണ് അത് വളർന്ന് ഒരു ശിഖരമായിട്ട് മാറും. എപ്പിക്കൽ മെരിസ്റ്റം എന്ത് ചെയ്യുന്നു? മെയിൻ സ്റ്റെമ്മായിട്ട് വളർന്നു പോകുന്നു അല്ലേ. അപ്പൊ അവിടെ നടക്കുന്ന കാര്യം വളർച്ചയാണ് മെയിനായിട്ട് അല്ലേ. അപ്പൊ അവിടെ നടക്കുന്ന ഡിവിഷനും ഏതായിരിക്കും? മൈറ്റോസിസ്. സെക്ഷൽ റീപ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നടക്കുന്നുണ്ട്. അത് കൂടാതെ അവിടെ നടക്കുന്ന മറ്റൊരു ഈവന്റ് ഉണ്ട്. ഏതാണ്? ആ ബീജങ്ങൾ തമ്മിൽ യോജിക്കുന്ന പ്രക്രിയ. വി കോൾ ദാറ്റ് ഈവന്റ് ആസ് ഫെർട്ടിലൈസേഷൻ. ഏത് പേര് വിളിക്കും? ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ സെക്ഷൽ റീപ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഈവന്റ് ആണ് ഏതെന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ. അതെവിടെ നടക്കും? ബീജസങ്കലനം എവിടെ നിർബന്ധമായിട്ട് നടന്നിരിക്കും? സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതാണ് അടുത്തൊരു ഡിഫറൻസ് ആയിട്ട് ഇവിടെ പറഞ്ഞ്. ഇവിടെ ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്യില്ല എന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തൊട്ട് അല്ലെങ്കിൽ നേരത്തെ തൊട്ടേ പറയുന്ന കാര്യമാണ്. അഥവാ ബീജങ്ങളെ ഉൽപ്പാദിപ്പിച്ചാലും ചിലപ്പോൾ ഒരു ബീജമേ അവിടെ കാണൂ. അതുകൊണ്ട് തന്നെ അവിടെ ബീജസങ്കലനത്തിനുള്ള സാധ്യതകൾ ഇല്ല. ദാറ്റ് മീൻസ് അവിടെ ഒരു ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ 2 ഗ്യാമേറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റെറൈൽ ആകാം, വലിയ ആക്റ്റീവ് ഒന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഉള്ള ഒരു ഗ്യാമേറ്റ് മറ്റൊരാളുമായിട്ട് ഫ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളും വളരെ വളരെ കുറവാണ്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് അവിടെ എന്തിനുള്ള സാധ്യതകൾ ഇല്ലാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു? ഫെർട്ടിലൈസേഷൻ. അതുകൊണ്ട് അവിടെ ഏത് ആബ്സെന്റ് ആണ്? ഫെർട്ടിലൈസേഷൻ ആബ്സെന്റ് ആണ്. പിന്നെ നമ്മൾ അടുത്ത ഡിഫറൻസ് ആയിട്ട് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന കുട്ടികൾ, അതായത് 2 പേരന്റിന് അല്ലെ. സെക്ഷൽ റീപ്രൊഡക്ഷനിലെ 2 റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിൽ 2 പേരൻസ് ഇൻവോൾവ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം ആ ഇരിക്കുന്ന 2 പേരൻസ് അവിടെ വരുന്നത് കൊണ്ട് തന്നെ 2 പേരന്റിൽ നിന്ന് വ്യത്യസ്ത ജനിതഘടനയുള്ള ജനറ്റിക് കണ്ടന്റ് ഡിഫറൻ്റ് ഉള്ള 2 പേരന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ടൈപ്പിലെ ഗ്യാമേറ്റ്സ്. അതായത് ഒന്ന് മെയിൽ ഗ്യാമേറ്റ്, ഒന്ന് ഏതാണ്? ഫീമെയിൽ ഗ്യാമേറ്റ്. പിന്നെ അതുമല്ല ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റ് ഏത് ഡിവിഷൻ വഴിയാണ്? മിയോസിസ് വഴിയാണ് കോമൺ ആയിട്ട് അവനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്രോസിംഗ് ഓവർ നടക്കും അല്ലേ. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഇയറിൽ സെൽ സൈക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മിയോസിസ് പഠിച്ചാണ്. മിയോസിസിൽ പ്രോഫേസ് 1 പാക്കറ്റീൻ സ്റ്റേജിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവൻ്റ് ആണ് ഇത് ക്രോസിംഗ് ഓവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അല്ലേ. അങ്ങനത്തെ മിയോസിസ് വഴി ഉണ്ടായ 2 ബീജങ്ങൾ കൂടിച്ചേർന്നിട്ട് ഒറ്റൊരു സെല്ലായ സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ടായിട്ട് മാറും. ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്താണ് ഏതായിട്ട് മാറുന്ന ഒരു ഓർഗാനിസമായിട്ട് അല്ലേ. അപ്പം ജനിതഘടന മാറ്റമുള്ള 2 പേരന്റിൽ നിന്നുണ്ടാകുന്ന 2 ഗ്യാമേറ്റ്, മിയോസിസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന 2 ഗ്യാമേറ്റ് കൂടിച്ചേർന്നിട്ട് ഒരു സെല്ലാകുകയും ആ സെൽ ഒരു ഓർഗാനിസമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. സെല്ല് ഡിവൈഡ് ചെയ്ത് ഒരു മൾട്ടി സെല്ലാറോ അല്ലെങ്കിൽ അത് തന്നെ ഒരു യൂണിസെല്ലാറോ എന്തോ ഒരു ഓർഗാനിസമായിട്ട് അതിൽ നിന്ന് ആ സൈഗോട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ അവിടെ എന്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്? സെക്ഷുവല് വേരിയേഷൻ. അതിനുള്ളതാണ് വേരിയേഷൻ ഉള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ. എന്നാൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു അവിടെ അഥവാ ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നെ നടക്കുന്ന ഡിവിഷൻ മൈറ്റോസിസ് ആണ്. അതുകൊണ്ട് അവിടെ ക്രോസിംഗ് ഓവറിനുള്ള സാധ്യതകളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം, അവിടെ ആ ഉണ്ടാകുന്ന ഒരു ഗ്യാമേറ്റിൽ നിന്ന് അഥവാ ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്താൽ ചില കേസിൽ ആ ഒരു ഗ്യാമേറ്റ് ഒരു ഓർഗാനിസമായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് പുതിയ പുതിയ ജീവജാലങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അവിടെ എന്തിനുള്ള സാധ്യതകൾ കുറവാണ്? വേരിയേഷൻ, അതായത് മാറ്റം കാണില്ല. നമുക്കറിയാം, നമ്മളൊരു ചുമപ്പ് പൂ പിടിക്കുന്ന നല്ല ചുമപ്പ് കളറിലെ വലിപ്പം കൂടിയ പൂ പിടിക്കുന്ന ഒരു റോസിൻ്റെ കമ്പ് മുറിച്ച് മാറ്റി കെട്ടും. അത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന റോസ് ആണ്. അതിൻ്റെ കുറേ കമ്പുകൾ മുറിച്ച് നമ്മൾ മാറ്റി മണ്ണിൽ നട്ട് വെച്ചു അല്ലെങ്കിൽ കുത്തിവെച്ചു അല്ലേ. ആ ഇരിക്കുന്ന സാധനം എന്ത് ചെയ്യും? കുറേ ഒരാഴ്ച കൊണ്ടൊക്കെ അത് വളർന്ന് ഒരു തൈയായിട്ട് 1-2 ആഴ്ച കൊണ്ട് വളർന്ന് ഒരു തൈയായിട്ട് മാറുന്ന സമയത്ത് ആ തൈ വളർന്ന് ഏകദേശം ഫ്ലവറിങ് ടൈമിൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പം നമ്മൾ ആ ഫ്ലവർ നോക്കുവാണെങ്കിൽ ഏതുപോലെ സിമിലാരിറ്റി കാണിക്കും? നമ്മൾ ഏത് റോസാടെ പേരന്റ് പ്ലാന്റ് ചെയ്ത് ഏത് ചെടിയിൽ നിന്നാണോ ആ കമ്പ് മുറിച്ച് മാറ്റി നട്ടെ അതേ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയിരിക്കും ആരും? ആ കുഞ്ഞുങ്ങൾ. അതിനകത്തുണ്ടാകുന്ന ഫ്ലവേഴ്സ്, ഇലകളും അതിൻ്റെ എല്ലാ ഷേപ്പും സൈസും മറ്റ് ഫീച്ചേഴ്സ് എല്ലാം എങ്ങനെ ആയിരിക്കും? സെയിം ആയിരിക്കും. അതാണ് അവിടെ എന്തില്ല? മാറ്റമില്ല. വേരിയേഷൻ ആബ്സെൻ്റ് ആണ്. ഇവിടെ നമുക്ക് പറയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ മാറ്റം കാണില്ല. പക്ഷേ നമ്മുടെ കേസിൽ ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഉണ്ടായത് ഒരു മെയിൽ പേരൻ്റ്, എൻ്റെ അച്ഛനായ മെയിൽ പേരൻറ്റിൻ്റെയും എൻ്റെ അമ്മയായ ഫീമെയിൽ പേരൻ്റിൻ്റെയും പ്രോഡക്റ്റാണ് ആര്? ഞാൻ. അവരിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ആര്? ഞാനെന്ന് പറയുന്ന ഈ വ്യക്തി അല്ലേ. കാരണം എൻ്റെ അപ്പിയറൻസിലൊക്കെ മാറ്റങ്ങളുണ്ട്. അവരിൽ നിന്ന് ചെറിയ, അതായത് അവരുടെ ചില ഫീച്ചേഴ്സ് അച്ഛൻ്റെയും അമ്മയുടെയും ചില ഫീച്ചേഴ്സ് എന്നിൽ എക്സ്പ്രസ് ചെയ്യും. പക്ഷേ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പം
ഞാൻ ടോട്ടലി അച്ഛനുമായിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആണ്, അമ്മയുമായിട്ടും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതേപോലെ എനിക്കൊരു സഹോദരനുണ്ടെങ്കിൽ ആ സഹോദരനുമായിട്ടും എനിക്ക് എന്ത് കാണും? മാറ്റങ്ങൾ കാണും അല്ലേ? അത് ഏതിൻ്റെ പ്രത്യേകതയാണ്? സെക്ഷുവലിൻ്റെ. അതുകൊണ്ട് അവിടെ എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞ വേരിയേഷൻ അല്ലേ? പിന്നെ അതേപോലെ അടുത്തൊരു കാര്യം, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റ്, അതായത് അവിടെ ഉണ്ടാകുന്ന നമ്മൾ പറയും യങ് വൺസ്, അല്ലെങ്കിൽ നമ്മൾ പറയും പ്രോജനി എന്നൊക്കെ നമ്മൾ പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഓസ്പ്രിംഗ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മെമ്പേഴ്സിനെ നമ്മൾ ഹൈബ്രിഡ്സ് എന്ന് വിളിക്കാം. ഏത് പേര് വിളിക്കാം? ഹൈബ്രിഡ്സ്. നിങ്ങൾക്കറിയാം ഹൈബ്രിഡ്സ് എന്തുവാന്നുള്ള കാര്യം അല്ലേ? നമ്മൾ പറഞ്ഞു അച്ഛൻ്റെ ജനിതഘടന മാറ്റമാണ്, അമ്മയുടെ ജനിതഘടനയും മാറ്റമാണ്. രണ്ട് വ്യത്യസ്ത ജനിതഘടനയുള്ള ആൾക്കാർ തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ് അവിടെ ഒരു പ്രോഡക്റ്റായ നമ്മളെ പോലത്തെ ജീവജാലങ്ങൾ അവിടെ ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലുണ്ടാകും. അപ്പം മാറ്റമുള്ള രണ്ട് ആൾക്കാരെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഏത് പേര് വിളിക്കും? ഹൈബ്രിഡൈസേഷൻ. അതിൻ്റെ റിസൾട്ടൻ പ്രോഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? ഹൈബ്രിഡ്സ്. സോ ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതായിരിക്കുന്നതാണ്? ഹൈബ്രിഡ്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ്, അത് പ്രോജനിക്ക് തന്നെ വിളിക്കുന്നതാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ പ്രോഡക്റ്റിനെയും നമ്മൾ ഏത് പേരും വിളിക്കുന്നതായിട്ട് ചില ടെക്സ്റ്റിലൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കാണാൻ സാധിക്കും. ഏതാണ്? ഓസ്പ്രിങ്സ് എന്നും വിളിക്കും. അപ്പം മെയിൻലി ഏതാണെന്ന് ഓർത്ത് വെക്കുക? ഹൈബ്രിഡ്. എന്നാൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ പ്രോഡക്റ്റിനെ നമ്മൾ ഹൈബ്രിഡ്സ് ഒന്നൊന്നുമല്ല വിളിക്കുക. ബിക്കോസ് നമ്മൾ പറഞ്ഞു അവനിൽ യാതൊരു മാറ്റമില്ല, പേരൻ്റ് എങ്ങനെയാണോ അതിൻ്റെ ട്രൂ കോപ്പി ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് അല്ലേ? ആ ഒരു കാരണം കൊണ്ട് തന്നെ അതിനെ നമ്മൾ മറ്റൊരു പേരിട്ടാണ് വിളിക്കുക. അതിൻ്റെ പ്രോഡക്റ്റിനെ വിളിക്കുന്നത്, അതിൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ ഉണ്ടാകുന്ന ആ പേരൻറ്റിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്ട്സുകളെ എല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ക്ലോൺസ്. ഏത് പേര് വിളിക്കും? ക്ലോൺസ്. മാറ്റമില്ലാത്ത ആ കുഞ്ഞുങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോൺസ്. അത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനൂടെ പറഞ്ഞുതരാം. ക്ലോൺസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫൈനൽ എക്സാമിന് പലതവണ, സ്റ്റേറ്റിൻ്റെ ഫൈനൽ എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് നോക്കി വെച്ചോണം, അത് പറയാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പിടികിട്ടി കാണുമെന്ന് പ്രതീക്ഷിച്ചു. അടുത്ത ഡിഫറൻസ് ആണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് ആൻ ഇലാബറേറ്റ്, കോംപ്ലക്സ് ആൻഡ് സ്ലോ പ്രോസസ്, വൈൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് ബ്രീഫ്, സിമ്പിൾ ആൻഡ് റാപ്പിഡ് പ്രോസസ്. അതിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനെ നമ്മൾ ഇലാബറേറ്റ്, വളരെ കൂടുതൽ സമയമെടുക്കുന്ന, കോംപ്ലക്സ് സങ്കീർണതയുള്ള, അതേപോലെ സ്ലോ പതുക്കെ നടക്കുന്ന പ്രക്രിയയാണെന്ന് പറയാൻ കാരണം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന എല്ലാ ജീവജാലങ്ങളും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം അവൻ എന്ത് ചെയ്യണം? ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കണം. അതായത് സെക്സ് സെൽസ് അല്ലെങ്കിൽ ഗ്യാമേറ്റ്സിനെ ഉൽപ്പാദിപ്പിക്കണം. അത് ഗ്യാമേറ്റ്സിനെ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ഫോംസിന് അതിനു വേണ്ടി അവൻ്റെ ശരീരത്തിൽ, ആ ജീവജാലങ്ങളുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ജീവജാലങ്ങളുടെ ശരീരത്തിൽ ഗ്യാമേറ്റ്സിനെ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു അവയവം ഉണ്ടായി വരണം അല്ലേ? അതാണ് സെക്സ് ഓർഗൻസ് നമ്മൾ പറയും. മെയിൽ സെക്സ് ഓർഗനായ, നമ്മളെ പോലുള്ള ഹ്യൂമൻ ബീങ്സിൽ മെയിൽ സെക്സ് ഓർഗനായ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഫീമെയിൽ മെമ്പേഴ്സിൽ ഫീമെയിൽ സെക്സ് ഓർഗനായ ഓവറി പ്രൊഡ്യൂസ് ചെയ്യണം. ആ ഓവറിക്കുള്ളിൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് നമ്മൾ പഠിക്കും പിന്നീട് സുവോളജിയിൽ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കും. അതേപോലെ മെയിൽ ടെസ്റ്റിസ് എന്ന് പറയുന്ന മെയിൽ സെക്സ് ഓർഗനുള്ളിൽ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നീട് അത് തമ്മിൽ കണ്ടുമുട്ടണം, സ്പേമും എഗ്ഗും ഒരേ സ്ഥലത്ത് എത്തണം. അതിന് പല പല പ്രക്രിയകൾ നടക്കണം. അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവന്മാർ തമ്മിൽ ഫ്യൂഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടാകണം, സൈഗോട്ട് എംബ്രിയോ ആകണം, എംബ്രിയോ ഓർഗാൻസം ആകണം. ഇങ്ങനെ കുറേ പ്രക്രിയകളുണ്ട്. സമയം കൂടുതൽ എടുക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. വളരെ സങ്കീർണതയുള്ള ഈവൻസുകളും അതിനകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനെ എങ്ങനെ വിവരിച്ചത്? ഇറ്റ് ഈസ് ആൻ എലാബറേറ്റ്, കോംപ്ലക്സ് ആൻഡ് സ്ലോ പ്രോസസ് നമ്മൾ പറഞ്ഞു. അതേപോലെ സെക്ഷുവൽ റീപ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം അത് ഏതാണെന്ന് പറഞ്ഞിരുന്നത്? ബ്രീഫ്, വളരെ ഫാസ്റ്റായിട്ട്, അതായത് കുറച്ച് സമയം എടുത്തുകൊണ്ട്. അതേപോലെ സിമ്പിളാണ്. മറ്റ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് വലിയ സെക്സ് ഓർഗനോ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും വലിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ബീജങ്ങളെ ഒരേ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക, അത് തമ്മിൽ ഫ്യൂഷൻ നടക്കുന്ന ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ അങ്ങനെയുള്ള പ്രക്രിയകളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് എ സിമ്പിൾ പ്രോസസ്സ്. അതേപോലെ വളരെ ഫാസ്റ്റായിട്ടൊരു പ്രോഡക്റ്റിനെ നമുക്കവിടെ ലഭ്യമാണ്. റാപ്പിഡ് പ്രോസസ്സാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ ബീങ്സിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുക. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് അല്ലേ? ആ പ്രോഡക്റ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് 9 മാസത്തോളം ഒരു ഫീമെയിലിൻ്റെ ശരീരത്തിൽ ഇരുന്ന ആ കുഞ്ഞിൻ്റെ ജെസ്റ്റേഷൻ പീരീഡ്, അത് കഴിഞ്ഞിട്ട് മാത്രമേ ആ പ്രോഡക്റ്റ് പുറത്തു വരൂ. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു 9 മാസം അല്ലെങ്കിൽ ഒരു 10 മാസത്തോളം ആണ് ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുന്നത് അല്ലേ? അത്രയും സമയം കഴിഞ്ഞാണ് നമ്മുടെ കേസിൽ ഒരു പ്രോഡക്റ്റിനെ കിട്ടുക. പിന്നെ അതേസമയം ഇവിടെ ആണെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു റോസിൻ്റെ കമ്പിൽ നിന്ന് നമുക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? ഒരു റോസയുടെ തൈ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഈവൻ്റാണ് ഏതെന്ന് നമുക്ക് പറയാം? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓക്കെ. പിന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം അത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഹയർ പ്ലാന്റ് ഫോംസിലും ഹയർ ആനിമൽ ഫോംസിലുമാണ്
ഏത് കോമൺ മെത്തേഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് എ കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ സീൻ ഇൻ ഹയർ പ്ലാന്റ്സ് ആൻഡ് ഹയർ അനിമൽസ്. While asexual reproduction or asexual reproduction is commonly seen in single-celled organism, that means unicellular organism, and plants and animals with a very simple organization. Okay. അപ്പോൾ ഏതിൻ്റെയൊക്കെ കോമൺ പ്രത്യേകതയാണെന്ന് നമ്മൾ പറഞ്ഞു? ഇത് ഹയർ പ്ലാന്റ്സിലോ ഹയർ അനിമൽസിലോ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ കോമൺ ആയിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത്. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ആരുടെ കേസിലായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്? ഏകകോശ ജീവജാലങ്ങൾ, സിംഗിൾ സെൽഡ് ഓർഗാനിസം ഓർ യൂണിസെല്ലാർ ഫോംസിൽ. അതേപോലെ പ്ലാന്റ്സിലും അനിമൽസിലും ഉണ്ട്. വളരെ സങ്കീർണതയുള്ള ശരീരഘടനയുള്ള ജീവജാലങ്ങളല്ല, വളരെ പ്രിമിറ്റീവ് ഫോംസിലൊക്കെ ഏത് നടക്കാറുണ്ട്? വിത്ത് റിലേറ്റീവ്ലി വെരി സിമ്പിൾ ഓർഗനൈസേഷൻ. അങ്ങനത്തെ ബോഡി ഫോംസ് ഉള്ള, അല്ലെങ്കിൽ താലസ് അതേപോലുള്ള ബോഡി ഫോംസ് ഉള്ള ആൽഗെ, ഫഞ്ചി പോലുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ മെമ്പേഴ്സിലൊക്കെയാണ് ഏത് ഈ പറയുന്ന റീപ്രൊഡക്ഷൻ കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ. ഇതുവരെ പറഞ്ഞ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഡിഫറൻസ് എല്ലാം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെ നമ്മൾ ചുരുക്കി എല്ലാം കൂടെ ഒരുമിച്ച് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിൻ്റാണ് ഇറ്റ് ഇൻവോൾവ്സ് ഫോർമേഷൻ ആൻഡ് ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ബീജങ്ങൾ ഉണ്ടാകുകയും അത് യോജിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ദ ഫോർമേഷൻ ആൻഡ് ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ബീജങ്ങൾ അവിടെ ഉണ്ടാകുന്നുമില്ല, ഫ്യൂഷൻ പങ്കെടുക്കുന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ യൂഷ്വലി ബൈപാരൻ്റൽ പ്രോസസ്സാണ് അല്ലേ. അതേസമയം അസെക്ഷൽ റീപ്രൊഡക്ഷൻ യൂഷ്വലി യൂണിപാരൻ്റൽ പ്രോസസ്സാണ്, ഒരു പേരൻ്റ് മാത്രം അവിടെ മതി. അതേപോലെ നമ്മൾ പറഞ്ഞാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്ന മോസ്റ്റ് കോമൺ ഡിവിഷൻ ഏതാണ്? മിയോസിസ് ആണ്. അത് നടക്കുന്നത് ഗ്യാമറ്റോജെനിസിസ് നടക്കുന്ന സമയത്ത്, ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അവിടെ ഊനഭംഗം നടക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് നടക്കുന്ന മോസ്റ്റ് കോമൺ ഡിവിഷൻ ഏതാണ്? മൈറ്റോസിസ് ആണ് അല്ലേ, ക്രമഭംഗമാണ്. പിന്നെ നമ്മൾ പറഞ്ഞാണ് സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് ഉണ്ടാകുന്ന ബീജങ്ങൾ തമ്മിൽ യോജിക്കുന്ന പ്രക്രിയയായ ഫെർട്ടിലൈസേഷൻ നടക്കും. അതെവിടെ ഇല്ല? സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതുകൊണ്ട് ബീജങ്ങൾ തമ്മിൽ യോജിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടാകുന്നതുകൊണ്ട് അവിടെ മാറ്റങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്, വേരിയേഷൻ സംഭവിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതേസമയം എവിടെ? സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് മാറ്റങ്ങളില്ല, ദാറ്റ് മീൻസ് വേരിയേഷൻ ഈസ് കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ്. അതേപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഹൈബ്രിഡ്സ്. ഏത് പേര് വിളിക്കും? ഹൈബ്രിഡ്സ്. വേണമെങ്കിൽ ഓസ്പ്രിങ്സ് എന്നും വിളിക്കാം. അതേപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രോഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ക്ലോൺസ്. ഏത് പേര് വിളിക്കും? ക്ലോൺസ്. വളരെ പ്രധാനപ്പെട്ടാണ്, ഓർത്ത് വെച്ചോണം. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് സെക്ഷൽ റീപ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ആൻ എലാബറേറ്റ്, കോംപ്ലക്സ് ആൻഡ് സ്ലോ പ്രോസസ്സ്. വളരെ സമയമെടുത്ത് സങ്കീർണതയുള്ള പതുക്കെ നടക്കുന്ന പ്രക്രിയയാണ് ആര്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആകുമ്പോൾ ബ്രീഫ്, വളരെ ഷോർട്ടായിരിക്കും. അതേപോലെ സിമ്പിളാണ്, വളരെ സങ്കീർണതയുള്ള പ്രവർത്തനങ്ങളൊന്നും അവിടെ ഇല്ല. ആൻഡ് റാപ്പിഡ് പ്രോസസ്സ്, വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഹയർ പ്ലാന്റ്സിൻ്റെയും ഹയർ അനിമൽസിൻ്റെയും പ്രത്യേകതയാണ്. എന്നാൽ അസെക്ഷൽ റീപ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ കോമൺ ഫീച്ചർ ഓഫ് യൂണിസെല്ലാർ ഓർഗാനിസം ഓർ സിംഗിൾ സെൽഡ് ഓർഗാനിസം. ഏകകോശ ഘടനയുള്ള സൂക്ഷ്മജീവികളുടെ പ്രത്യേകതയാണ്. അതുകൂടാതെ പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെയും വിത്ത് റിലേറ്റീവ്ലി വെരി സിമ്പിൾ ഓർഗനൈസേഷൻ, അതായത് വളരെ സങ്കീർണതയുള്ള ശരീരങ്ങളൊന്നും ഇല്ലാത്ത, അതായത് താലസ് പോലുള്ള ശരീരങ്ങൾ കാണിക്കുന്ന വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ഫോംസിൻ്റെ ആനിമൽ ഫോംസിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഇത് ക്ലോൺസ്. ഏതാണ്? ക്ലോൺസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ, അല്ലെങ്കിൽ നമ്മൾ ഡിഫറൻസ് പറഞ്ഞപ്പം അതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ് ഏതെന്ന് പറഞ്ഞത് ക്ലോൺസ് അല്ലേ. അപ്പം ക്ലോൺസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ സ്റ്റേറ്റ് എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ തന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ക്ലോൺ എന്ന് എഴുതാനായിട്ട് ഡാഷ് ഇട്ട് തന്ന് ചോദിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ക്ലോൺസിൻ്റെ ഡെഫിനിഷൻ എഴുതാനെന്നും പറഞ്ഞും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റേറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ക്ലോൺസ്. ഓർത്ത് വെച്ചോളുക. ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു, നേരത്തെ ഡിഫറൻസ് പറഞ്ഞ അപ്പം അതിനകത്ത് പറഞ്ഞതാണ് ഏതെന്ന് പറഞ്ഞത് ക്ലോൺസ് ആർ ദ പ്രോഡക്ട്സ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത്. കാരണം എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചാണ് ഒരു പേരൻ്റെ അവിടെ റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന കുട്ടികളിൽ എന്ത് കാണില്ല എന്ന് പറഞ്ഞു? വേരിയേഷൻ, മാറ്റങ്ങൾ കാണില്ല എന്ന് പറഞ്ഞു. ആ കുഞ്ഞുങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതെന്ന് നമ്മൾ വിളിച്ചിരുന്നു? ക്ലോൺസ്. ഏത് പേര് വിളിച്ചിരുന്നു? ക്ലോൺസ്. സോ ക്ലോൺസ് ആർ ദ പ്രോഡക്ട്സ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ.
പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ക്ലോൺസ് ആർ മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ ഫോംസ് ടു ദർ പേരൻസ് അല്ലേ. നമ്മളവിടെ ഒരു റോസ് പ്ലാന്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലേ. നല്ല ചുവപ്പ് കളറിലെ പൂ പിടിക്കുന്ന ഒരു റോസിൻ്റെ കമ്പ് മുറിച്ച് നടുകയാണെങ്കിൽ അതിൽ നിന്നൊരു 5-6 കമ്പ് മുറിച്ച് നമ്മൾ മാറ്റി നട്ടു വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ച കൊണ്ട് അതിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്ന അത് തൈയായിട്ട് മാറുന്ന സമയത്ത് ആ 5 പ്ലാന്റിൽ ഉണ്ടാകുന്ന റോസ പൂവിൻ്റെ കളറും അതേപോലെ അതിൻ്റെ വലിപ്പവും അതിൻ്റെ ഇലയുടെ ആകൃതിയെല്ലാം ആർക്ക് സിമിലർ ആയിരിക്കും? ഏത് ചെടിയിൽ നിന്നാണോ നമ്മൾ ആ കമ്പ് മുറിച്ച് അവിടെ നട്ടുവെച്ചത് അതിന് സിമിലർ ആയിരിക്കും അല്ലേ. അങ്ങനത്തെ ആ കുഞ്ഞുങ്ങളെ പേരൻറ്റിനോട് സിമിലാരിറ്റി കാണിക്കുന്ന ആ കുഞ്ഞുങ്ങളെ നമ്മൾ വിളിക്കുന്നവരാണ് ഇത് ക്ലോൺസ്. ഏത് പേര് വിളിക്കും? ക്ലോൺസ്. അത് ബാഹ്യരൂപത്തിൽ മാത്രമല്ല, അതായത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൽ മാത്രമല്ല, അതിൻ്റെ ജനിതഘടനയിൽ പേരൻ്റ് ഏത് ജനറ്റിക് കണ്ടന്റ് ആണോ അതിനകത്ത് അവൻ കാണിക്കുന്ന ജനിതഘടന ഏതാണോ അതിന് സിമിലർ ആയിരിക്കും ആരും ഈ ഉണ്ടാകുന്ന മെമ്പേഴ്സ്, അതായത് ഈ ക്ലോൺസ്. മനസ്സിലാണേ? അപ്പം ക്ലോൺസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് നമ്മൾ പറഞ്ഞത്? 2 പോയിന്റാണ്, അത് ഓർത്ത് വെക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. ക്ലോൺസ് ആർ ദ പ്രോഡക്ട്സ് ഓഫ് asexual reproduction അല്ലേ. ദെൻ ക്ലോൺസ് ആർ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഫോംസ് ടു ദ പേരൻസ്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യം, ചോദിച്ചിട്ടില്ല എങ്കിലും കാര്യം അറിഞ്ഞിരിക്കുക. നമ്മുടെ SCERT അല്ലെങ്കിൽ NCERT ടെക്സ്റ്റിൽ 8ാമത്തെ പേജിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സൈഡ് ഹെഡിങ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാനിവിടെ എഴുതിയിട്ടേക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് എക്സാമിന് ചിലപ്പം റീസൺ എഴുതാനെന്ന് പറഞ്ഞൊക്കെ ചോദിക്കാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. നിങ്ങൾക്ക് അറിയാം അതിൻ്റെ റീസൺ എന്തുവാന്നുള്ള കാര്യമൊക്കെ അറിയാം, സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ പിടികിട്ടും. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: സെക്ഷുവൽ റീപ്രൊഡക്ഷൻ റിസൾട്ട് ഇൻ ഓഫ്സ്പ്രിങ് ദാറ്റ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ ടു പേരൻസ് ഓർ എമംഗ് ദംസെൽസ്. ഓക്കെ, അപ്പം അതിൻ്റെ റീസണായിട്ട് വൈ എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ ചോദ്യം വരിക. എന്തോ പറഞ്ഞേക്കുന്നത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആർക്ക് സിമിലർ അല്ല? പേരൻസിന് ഐഡൻറ്റിക്കൽ അല്ല. ദാറ്റ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ ടു പേരൻസ് അല്ലേ. ആൻഡ് എമംഗ് ദംസെൽസ്, ആ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ തമ്മിലും, അതായത് ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന കുട്ടികൾ തമ്മിലും എന്ത് കാണിക്കുന്നു? സിമിലാരിറ്റി കാണിക്കുന്നില്ല, അത് വേരിയേഷൻ കാണിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അതിനുള്ള കാരണങ്ങൾ നമുക്കറിയാം. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ എത്ര പേരൻസ് വേണമെന്ന് നമ്മൾ പറഞ്ഞത്? 2 പേരൻസ് വേണം അല്ലേ. ബൈപാരൻ്റലാണ് പ്രോസസ്സ് അല്ലേ. ഒന്ന് ഓപ്പോസിറ്റ് സെക്സ് ഉള്ള 2 പേരൻസ് വേണം, ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള, അതായത് ഒന്ന് മെയിൽ ആയിരിക്കണം, മറ്റൊന്ന് ഏതായിരിക്കണം? ഫീമെയിൽ ആയിരിക്കണം. മെയിൽ പേരൻറ്റിൽ നിന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമേറ്റായ ആരെ പ്രൊഡ്യൂസ് ചെയ്യണം? സ്പെർം, പുംബീജത്തിന്. അതേപോലെ ഫീമെയിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ ഗ്യാമേറ്റായ ഓവം അല്ലെങ്കിൽ അണ്ടത്തിനെ ഉൽപ്പാദിപ്പിക്കണം അല്ലേ. അപ്പം 2 വ്യത്യസ്ത ജനിതഘടനയുള്ള 2 ആൾക്കാരിൽ ഉൽപ്പാദിപ്പിച്ച ബീജങ്ങൾ എന്ത് ചെയ്യുന്നു? പുറത്തു വരുന്നു. അല്ലെങ്കിൽ ഉണ്ടായ ആ ബീജങ്ങൾ എന്ത് ചെയ്യുന്നു? തമ്മിൽ എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്യുന്നു. അത് പുറത്തോ അകത്തോ ഒക്കെ വെച്ചാകാം, അതുകൊണ്ടാണ് ഞാൻ ആ പറഞ്ഞ വേർഡ് പിൻവലിച്ചത്. അപ്പം എന്നിരുന്നാലും ആ ഉണ്ടായി വരുന്ന ബീജങ്ങൾ എന്ത് ചെയ്യുന്നു? തമ്മിൽ കണ്ടുമുട്ടി ഫ്യൂഷൻ നടക്കുന്നു. നമ്മൾ പറയും ബീജസങ്കലനം, ഇംഗ്ലീഷിൽ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കും അല്ലേ. അങ്ങനെ ഫ്യൂസ് ചെയ്ത ആ 2 കൂടെ ചേർന്നുണ്ടാകുന്ന ആ ഒരു സിംഗിൾ സെല്ലിന്, എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടായ ആ സിംഗിൾ സെല്ലിനെ നമ്മളൊരു പേര് വിളിച്ചിരുന്നു സൈഗോട്ട്, സിക്താണ്ഡം അല്ലേ. അപ്പോൾ അതിൽ 2 പേരുടെയും ജനിതഘടനയുണ്ട് അല്ലേ. അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് 2 പേരുടെയും കൂടെ കമ്പൈൻഡ് പ്രോഡക്റ്റ് ആണ്. സോ ദ ഓഫ്സ്പ്രിങ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വിൽ ഷോ വേരിയേഷൻസ്. അതിൻ്റെ റീസണായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് റീസണായിട്ട് ഇങ്ങനെ എഴുതാം: ഓഫ്സ്പ്രിങ് ഈസ് ഫോംഡ് because of the fusion of male and female gametes അല്ലേ, derived from 2 different parents. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോളൂ, കാര്യം പറഞ്ഞത് പിടികിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.